ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പഴയ നിയമം ഇപ്രകാരമാണ് പറയുന്നത്: ദ ലോ ഓഫ് റിറ്റാലിയേഷൻ. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നുള്ളത്. എന്നാൽ ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ദുഷ്ടനെ എതിർക്കരുത്. നിന്റെ വലത് കരണത്തടിക്കുന്നവന് ഇടത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം നീ പോകുക. നിന്നോട് നിന്റെ വസ്തുക്കൾ കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നീ കൂടുതലായിട്ട് പിന്നെയും കൊടുക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ക്രിസ്തു ഇത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറയുമ്പോൾ അവനോട് എതിർത്തിട്ട് കാര്യമില്ല, അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക. നീ എതിർക്കാൻ പോയാൽ സംഭവിക്കുന്നത് എന്താ? നിന്റെ സ്വസ്ഥതയും സമാധാനവും കൂടെ നഷ്ടപ്പെടും. നാം എതിർക്കാൻ വരുന്ന എല്ലാവരോടും കലഹിക്കാനും വഴക്കടിക്കാനും പോയാൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയണ കാര്യം, നിന്റെ പരിപാടി സുവിശേഷവുമായിട്ട് പോകുക എന്നുള്ളതാണ്, അല്ലാതെ ശത്രുവിനോട് എതിർക്കുക എന്നുള്ളതല്ല നിന്റെ പണി. അത് അവൻ അവിടെ കിടന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കും, അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളത്. ജസ്റ്റ് ഇഗ്നോർ ഹിം, ജസ്റ്റ് അവോയ്ഡ് ഹിം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങോട്ട് വാളും പിടിച്ചു വരുന്നവൻ്റെ എതിരായിട്ട് ഗദയും പിടിച്ചുകൊണ്ട് നീ ഓടണ്ട എന്നാണ് കർത്താവ് പറയണത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്നുള്ളത്. പിന്നെ പറയുകയാണ്, നിന്റെ വലത്തെ കരണത്തടിക്കുന്നവന് ഇടത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കാൻ. ഈ വലത്തെ കരണത്ത് അടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയേ. ഇപ്പം ഞാൻ ഒരാളുടെ അടിക്കുകയാണ്, അവൻ്റെ കരണത്തടിക്കുകയാണെങ്കിൽ വലത്തെ കരണത്തല്ല ഇടത്തെ കരണത്തെ അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. ഒരുവൻ്റെ ഇടത്തെ കരണത്താണ് അടി കിട്ടണത്, വലത്തെ കരണത്തല്ലേ. അപ്പൊ കർത്താവ് പറയണത് എന്താണ്? നിന്റെ വലത്തെ കരണത്ത് അടിക്കുന്നവന് അടുത്ത കരണവും കൂടി കാണിച്ചു കൊടുക്കാൻ. എന്ന് വെച്ചാൽ അത് നീ പ്രതികരിക്കണമെന്ന് തന്നെയാണ് അർത്ഥം. കർത്താവ് പോലും അങ്ങനെ കൊട്ടാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അധികാരിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അടി കൊടുത്തതിന് ശേഷം കർത്താവ് ചോദിക്കണം, നീ എന്തിനാ എന്നെ അടിച്ചേ? അല്ലാതെ നീ വലതേ കാരണത്ത് അടിച്ച് ഇടത്തേ കാരണത്ത് അടിച്ച് നീ ഇന്ന് മറ്റേ കാരണം അടിക്ക് എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞത്? നീ എന്തിനാ എന്നെ അടിച്ചേ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മളും പ്രതികരിക്കണോ? നീ പറയേണ്ടടുത്ത് പറയാതെ മിണ്ടാതെ പോരരുത് എന്നുള്ളതാണ്. ഇപ്പോൾ വലത്തേ കരണത്ത് അടി കിട്ടാനായിട്ടാണെങ്കിൽ അവൻ ചെയ്യേണ്ടത്, അവൻ്റെ ഇടത്തെ കൈ കൊണ്ട് അടിച്ചാലേ നമ്മുടെ വലത്തെ കരണത്ത് അടി കിട്ടുള്ളൂ. നമ്മുടെ വലത്തെ കൈ കൊണ്ട് അടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ അല്ലേ, മനസ്സിലായില്ലേ, ഇടത്തെ കരണത്ത് അടി കിട്ടണത്. ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ഒരു വശത്ത് അടി കിട്ടുമ്പോൾ മറുവശം കൂടി കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അതെന്താ പറയുന്നത്? നീ എന്തിനാ ഇതിനെ അടിച്ചെന്ന് തിരിച്ചു ചോദിക്കാനായിട്ടുള്ള ഒരു കെൽപ്പ് വേണം, തൻ്റെ ഇടം വേണമെന്ന് തന്നെയാണ് കർത്താവ് അത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നീട് പറയുന്ന കാര്യം എന്താ? 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. അവൻ നിർബന്ധിക്കുന്ന എന്തുകൊണ്ടാണ്? കാരണം ഒറ്റക്ക് പോകാനായിട്ട് അവന് പേടിയായതുകൊണ്ടാണ്. കൂടെ ഒരാൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവൻ നിന്റെ കരുത്തിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. നീ അവൻ്റെ കൂടെ നടക്കുമ്പോൾ അവൻ കുറെ കൂടി ബലമുള്ളവനാണെന്ന് അവന് തോന്നണത് കൊണ്ടാണ് അവൻ നിർബന്ധം വാ എന്നും പറയും. കൊച്ചിങ്ങൾ അമ്മനെ വിളിക്കും, വാ അമ്മ എന്ന് പറഞ്ഞൊക്കെ വലിക്കൂല. എന്തുകൊണ്ടാണ്? കാരണം കൊച്ചിനറിയാം എൻ്റെ കൂടെ അപ്പൻ അമ്മ ഇങ്ങനെ കൂടെ നടന്നാൽ ഞാൻ കുറേയും കൂടി ബലമുള്ളവനാ, കരുത്തുള്ളവനാ. കർത്താവ് പറഞ്ഞത് 1 മൈൽ ദൂരം പോലും നടക്കാൻ ത്രാണിയില്ലാത്തൊരുവൻ നിന്നെ വിളിക്കുമ്പോൾ പറ്റൂല എന്നും പറഞ്ഞ് പോരുത്. കരുത്തുള്ളവൻ ഒറ്റക്ക് പോയിക്കോളൂ. ആരാ നിന്നെ വിളിക്കണേ? സ്വയം ബലം കുറവാണ്, ഒറ്റക്ക് പോകാൻ ത്രാണിയില്ല എന്ന് കരുതുന്നവരാ
നിന്നെ കൂട്ടിന് വിളിക്കണേ, സഹായത്തിന് വിളിക്കണം. നീ അവൻ്റെ ഒപ്പം പോകൂല, നീ പോണത് ആരോടൊപ്പം? കരുത്തുള്ളവൻ വിളിച്ചാൽ അവൻ്റെ കൂടെ ഞാനുണ്ട്, ഓക്കെ, വലിയ പ്രമാണിയായിട്ട് അവൻ്റെ കെയർ ഓഫിൽ നടക്കാൻ പറ്റും. ഒരു ഉപകാരമില്ല നിനക്ക്, ഒരു വിലയും ഉണ്ടാവില്ല നിനക്ക്. നിനക്ക് വില കിട്ടുന്നത് എപ്പോഴാ? നിന്നെ ഇതുപോലെ നടക്കാനായിട്ട് ഒരുത്തൻ വിളിക്കുമ്പോൾ. നടക്കുകയെന്ന് വെച്ചാൽ എന്താ? അവൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഒറ്റയ്ക്ക് പോയാൽ അവന് നടക്കൂല എന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ നിന്നെ സഹായത്തിന് വിളിക്കണേ, വാ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കണേ. അപ്പൊ നീ വലിയ വെയിറ്റ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ അർത്ഥം എന്താ? അവനെക്കാട്ടി പേടി തൂറനാ നീ, അതുകൊണ്ടാ നീ പോകാത്തത്. നീ കുറെ കൂടി കരുത്തുള്ളവനും നിനക്ക് തന്നെ തോന്നിയ നീ എന്ത് ചെയ്യും? പാടെന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവനോടൊപ്പം പോകാനും ചെയ്തു കൊടുക്കേണ്ട കാര്യം ചെയ്തു കൊടുക്കാനൊക്കെ നിനക്ക് പറ്റും. കർത്താവ് പറയണ എന്താ? ഒരുവൻ നിന്നോട് ആവശ്യപ്പെട്ട, ക്രിസ്തു ശിഷ്യനോട് ഒരുവൻ കൂടെ നടക്കാൻ അല്ല കൂടെ പോകാൻ ആവശ്യപ്പെടുമ്പോ പറ്റൂല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവനായിട്ട് നീ മാറരുത്. കാരണം അവൻ നിന്നിൽ കരുത്ത് കാണുന്നുണ്ട്, നിന്നിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ നിന്നെ വിളിച്ചിരിക്കും. അവൻ്റെ കൂടെ പോണം. എവിടം വരെ പോകണം? അവൻ വിളിക്കുന്നത് അവിടം വരെ മതി, പക്ഷെ അപ്പുറം പോകണവന്. പക്ഷെ അങ്ങനെ വിളിച്ചാൽ നമ്മൾ പോകൂലെന്ന് കരുതിയാണ് അവൻ പറയുന്നത് അത്രയും വരെ മതി, അല്ലെങ്കിൽ ഇത്രയും ചെയ്തു തന്നാൽ മതി എന്ന് പറയണത്. അവൻ അത്രയും മതിയായതുകൊണ്ടല്ല, അത്രയെങ്കിലും പറഞ്ഞാലല്ലേ വരുള്ളൂ. വലിയ കാര്യം ആദ്യം തന്നെ പറഞ്ഞാൽ നമ്മൾ ആദ്യം നോ പറയും. അതുകൊണ്ട് അവൻ 1 മൈൽ ദൂരം പറയണത്. അപ്പൊ നീ എന്ത് ചെയ്യണം? അവൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് സാധിച്ചു കൊടുക്കാൻ, അതിൻ്റെ ഏത് എക്സ്ട്രീം വരെയും പോകാൻ നീ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ തയ്യാറാകണം. പിടുത്തം കിട്ടിയ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഭയങ്കര ടഫായ കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നീ വചനം നമ്മോട് പങ്കുവയ്ക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സഹായം ആവശ്യപ്പെടുന്നവൻ അവൻ ബലഹീനന, അവൻ ഇത്തിരി കരുത്ത് കുറഞ്ഞവനാ. പക്ഷെ അവൻ കരുതുന്നുണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കരുത്തുള്ളവനാ. കൊച്ചു തോബിയാസിൻ്റെ അവൻ്റെ കഴിവ് കുറവ് കൊണ്ട് അവനിങ്ങനെ നിൽക്കുമ്പോൾ മാലാഖ വന്ന് കൈപിടിച്ചു കൊണ്ടുപോയില്ലേ? അതുപോലെയാ മറ്റുള്ളവൻ്റെ ജീവിതത്തിൻ്റെ മാലാഖയായിട്ട് മാറാനുള്ള വിളിയ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത്. പറ്റോ? ഇതാണ് ചോദ്യം.